തല ഉയർത്തി കണ്ണു തുടച്ച് നെഞ്ചുവിരിച്ചു മടങ്ങുക റോണോ. കാരണം നിങ്ങൾ തോറ്റവനല്ല. ഒരു രാജ്യത്തെയും ഒരു തലമുറയെയും ജയിക്കാൻ പഠിപ്പിച്ചവനാണ് നിങ്ങൾ. കാൽപന്തുള്ളിടത്തോളം കാലം യുഗയുഗാന്തരങ്ങളായി നിങ്ങൾ ഓർമ്മിക്കപ്പെടും. ഭൂമിയിൽ പന്തുരുളുന്ന കാലം വരെയും സൂ വിളിച്ചു വായുവിൽ ഉയർന്നു ചാടി പുതിയ റോണോമാർ ജനിച്ചുകൊണ്ടേയിരിക്കും. വീണുപോയവർക്കും സ്വപ്നങ്ങൾ കാണുന്നവർക്കും നിത്യപ്രചോദനമായി ആ പേര് തിളങ്ങിക്കൊണ്ടേയിരിക്കും. കാലത്തോടും പ്രായത്തോടും കലഹിക്കാൻ ഉറച്ചൊരുവൻ. മാനം മുട്ടെ വരുന്ന കട്ടൗട്ടുകളും പ്രായഭേദമെന്നെ നെഞ്ചുപൊട്ടി വിളിച്ച സൂവിളികളും സാക്ഷി. റൊണാൾഡോ എന്നത് വെറുമൊരു പേരല്ല, അത് കാലത്തെയും കടന്നുപോകുന്നൊരു മഹാപ്രവാഹമാണ്. ഇത് നിങ്ങളുടെ സമയമാകുമെന്നാണ് ഫുട്ബോൾ ലോകമൊക്കെയും കരുതിയത്. പക്ഷേ തോറ്റുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാകാതിരുന്നിട്ടും വിധി വീണ്ടും നിങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ഒരു ജനതയുടെ ജീവനും ശ്വാസവുമാണ് നിങ്ങൾ. യൂറോപ്പിന്റെ ഭൂപടത്തിൽ ഒരു ചുവന്ന ബിന്ദു മാത്രമായിരുന്ന ഒരു കൊച്ചു രാജ്യത്തെ സ്വന്തം ഒറ്റത്തോളിന്റെ കരുത്തിൽ പ്രപഞ്ചത്തോളം വളർത്തിയവൻ. മിശിഹ എന്ന ഒറ്റയുഗത്തിലേക്ക് തിരിഞ്ഞുപോയ ഫുട്ബോളിന്റെ ഭ്രമണപഥത്തെ ചോരയും നീരും നൽകി തിരിച്ചു കറക്കി രണ്ടാക്കി പകുത്തവൻ. തോൽക്കുമ്പോൾ ചുവന്നു കരയുന്ന ആ മുഖത്തെ വിമർശകർ ഇന്നും പരിഹസിക്കുന്നുണ്ടാകാം. പക്ഷേ അവർ കാണാതെ പോകുന്നത് ആ കണ്ണീരിന് പിന്നിലെ അടങ്ങാത്ത അഭിനിവേശത്തെയാണ്. മദീരയിലെ തിരമാലകളെ സാക്ഷി നിർത്തി പൊരുതാനുറച്ച ഒരു ബാലന്റെ നിശ്ചയദാർഢ്യത്തെയാണ്. ആ കുഞ്ഞുനെഞ്ചിൽ അന്നെരിഞ്ഞ കനലുകളാണ് പിന്നീട് പച്ചപ്പുൽ മൈതാനങ്ങളിൽ അഗ്നിഗോളങ്ങളായി മാറിയത്. ആ ഊർജത്തിലാണ് ഭൂഗുരുത്ത ബലത്തെപ്പോലും തോൽപ്പിച്ച് നിങ്ങൾ ആകാശത്തേക്ക് കുതിച്ചുയർന്നത്. യാത്രകളിൽ ചിലപ്പോൾ വീണുപോയിരിക്കാം. പക്ഷേ അസാധ്യമെന്ന ഒന്നില്ലെന്ന് ഈ ഭൂഗോളത്തോട് പ്രഖ്യാപിച്ച മഹായോദ്ധാവിനെ കാലമെന്നും നെഞ്ചിലേറ്റു. മാഞ്ചസ്റ്ററിലും മാഡ്രിഡിലും ടൂറിനിലും നിങ്ങളുണ്ടാക്കിയ പ്രകമ്പനങ്ങളുടെ ഓർമ്മകളിൽ ഇന്നും ശ്വാസമെടുക്കുന്ന കോടിക്കണക്കിന് ആരാധകരുണ്ട്. സോച്ചിയിൽ പെയ്ത ഫ്രീ കിക്ക് വസന്തവും ഖത്തറിലെ വികാരനിർഭരമായ കണ്ണീരും അമേരിക്കൻ മണ്ണിൽ നിങ്ങൾ കുറിച്ച പുതിയ ചരിത്രവും ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം ഇവിടെ തന്നെയുണ്ടാകും. പരാജയങ്ങളിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന ഏവർക്കും നിങ്ങളുടെ പേര് ഒരു ഊർജമായി കൊണ്ടേയിരിക്കും. നന്ദി CR7. സ്നേഹിക്കുന്നവരുടെ ഉള്ളിൽ നിങ്ങളെന്നും സിംഹാസനത്തിലിരിക്കുന്ന രാജാവ് തന്നെയാണ്.